പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം തിരിച്ചടിക്കൊരുങ്ങവേ ലഷ്കർ-ഇ തയ്യിബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു പാകിസ്ഥാൻ. നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകൾ ഹാഫിസ് സയ്യിദിന് സുരക്ഷ ഒരുക്കും. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിക്കുകയാണ് അമേരിക്ക. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിർത്തിയിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തുന്നുണ്ട്. പാക് വ്യോമാതിർത്തി അടച്ച ഇന്ത്യ പാക് സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. കേസിൽ അന്വേഷണം തുടരുന്ന NIA ബൈസറൻ വാലിയുടെ ത്രിമാന ചിത്രീകരണം നടത്തി. അതേസമയം അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, മറ്റു വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ഉറപ്പിക്കുന്നു. അതിന്റെ പ്രതിഫലനം ഇന്നലെയും നമ്മൾ കണ്ടതാണ്. 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുമെന്നും ഇടപെടണമെന്നും ഐക്യരാഷ്ട്രസഭയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളും നേതാക്കളുമായിരിക്കും എന്ന വിലയിരുത്തലിലേക്ക് പാകിസ്ഥാൻ എത്തുകയാണോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഹാഫിസ് സയ്യിദിനടക്കം സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്? അഭിലാഷ്, ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ. പാക് നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമാണ്. മാത്രവുമല്ല, TRF ഈ ആക്രമണം നടന്നതിന് ശേഷം TRF അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പക്ഷേ കശ്മീരിലെ ജനങ്ങളുടെ അടക്കം ഭാഗത്തുനിന്ന് ഇതിനെതിരെ വലിയ പ്രതികരണമുണ്ടായി, പ്രതിഷേധമുണ്ടായി. തൊട്ടു പിന്നാലെ TRF അവരുടെ നിലപാട് മാറ്റുകയായിരുന്നു. ഞങ്ങളല്ല ആക്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരികയായിരുന്നു. ഏതായാലും TRFന് ബന്ധമുള്ള സംഘടനയാണ് ലഷ്കർ തയ്യിബയുടെ നേതാവാണ് ഹാഫിസ് സയ്യിദ്. മാത്രവുമല്ല, മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള കേസുകളിൽ ഇന്ത്യ തിരയുന്ന, ഇന്ത്യ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു നീക്കം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ലോറൻസ് ബിഷ്ണോയ് സംഘാംഗങ്ങളുടെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് പഹൽഗാമിൻ സംഭവത്തിൽ പ്രതികാരം തീർക്കുമെന്നാണ്. ഹാഫിസ് സയ്യിദിന്റെ പടവും അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരം ചില ഭീഷണികൾ കൂടി വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത്. നിലവിൽ ജയിലിലാണ് ഹാഫിസ് സയ്യിദ് ഉള്ളത്. അതായത് ഭീകര ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കേസിൽ 43 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഹാഫിസ് സയ്യിദ്. ഹാഫിസ് സയ്യിദിന് പക്ഷേ ജയിലാക്കി മാറ്റിയിരിക്കുന്നത് അയാളുടെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് പാക് സർക്കാർ വൃത്തങ്ങളടക്കം നൽകുന്ന വിവരം. നിലവിൽ അവിടെ സുരക്ഷയുണ്ട്. അതിന് പുറമെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയാണ് ഇപ്പോൾ അവിടെ സുരക്ഷയ്ക്കായി വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹാഫിസ് സയ്യിദിന് സുരക്ഷ നൽകുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ കടക്കുകയാണ്. മാത്രവുമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടതും ഇന്ത്യ ഏത് നിമിഷം ആക്രമിക്കും, അതുകൊണ്ട് തന്നെ പ്രകോപനം ഇന്ത്യയാണ് നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ US-ഉമായുള്ള സംഭാഷണത്തിലും ഈ തർക്കം പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കരുതെന്ന നിലപാടെടുക്കാൻ, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് വേണം എന്നൊരാവശ്യം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം US വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ചു, പാക് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ഈ രണ്ടു പേരോടുള്ള സംസാരത്തിൽ S ജയശങ്കറുമായുള്ള ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം അമേരിക്ക നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാനോടായി പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഈ ആക്രമണത്തെ അപലപിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം. രണ്ടാമതായി, ഇന്ത്യ നടത്തുന്ന അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ്. കാരണം നിഷ്പക്ഷ അന്വേഷണത്തിന് സഹകരിക്കാം എന്ന നിലപാടാണ് പാകിസ്ഥാൻ ആദ്യം മുതൽ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയല്ല, ഇന്ത്യ നടത്തുന്ന അന്വേഷണത്തോട് സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന പതിവ് നിലപാട് പാകിസ്ഥാൻ അവിടെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. രാകേഷ്, ഈ തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലടക്കം അത്തരം നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാലും പലപ്പോഴും അങ്ങനെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് ഇന്ത്യ പോയിട്ടില്ല. ഒരുപക്ഷെ യുദ്ധകാലഘട്ടത്തിൽ അടക്കം, ഇന്ത്യ പാക് യുദ്ധകാലഘട്ടത്തിൽ അടക്കം അതിനുശേഷം നടത്തിയിട്ടുള്ള മിന്നലാക്രമണങ്ങളിലും ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളെയാണ്, അവരുടെ ക്യാമ്പുകളെയാണ്. ആ ക്യാമ്പുകൾ പലപ്പോഴും സൈന്യത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളാണ്. ആ ക്യാമ്പുകൾക്ക് സുരക്ഷ ഒരുക്കുന്നത്, പരിശീലനം നൽകുന്നതെല്ലാം പാകിസ്ഥാൻ സൈന്യമാണ്. ആ നിലയിൽ
സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം ഒരുപക്ഷെ ഈ നയതന്ത്ര ഞാൻ ER രാഗേഷിലേക്ക് വരാം. അതിനു മുമ്പ് കേണൽ RG നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RG നായർ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിക്കും എന്നത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒന്നാണ്. അത് ഏത് സമയത്ത് എപ്പോൾ എവിടെ എന്നൊന്നും നമുക്ക് അനുമാനിക്കാനാവില്ല. എങ്കിലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഈ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനല്ലേ സാധ്യത? ഇത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മിലിറ്ററിലി ആയിരിക്കും. അതുകൊണ്ട് അതിനകത്ത് സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് അവർക്കൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തൊട്ട് കളിച്ചാൽ കൈപൊള്ളും എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുക. അത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇന്നലകളുടെ ചരിത്രമാകണമെന്നില്ല അല്ലേ? അതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്. ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നീക്കങ്ങളിൽ ഒരടി കൊടുത്തിട്ട് അവന് മനസ്സിലായില്ലെങ്കിൽ 2-3 അടി കൊടുക്കേണ്ടത് അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കിയത് 36 മണിക്കൂറിനകം ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതൊക്കെ ഒരു പക്ഷേ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങളാകാം. അങ്ങനെ ആകണമെന്നില്ല എങ്കിൽ പോലും ആ ആക്രമണത്തെ അതെ എന്റെ സംശയം ഒരുപക്ഷെ ഈ വലിയ തോതിലുള്ള ഒരു പ്രഹരം ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണോ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു സ്ഥലത്തായിരിക്കില്ല, ഒന്നിച്ച് 2-3 സ്ഥലത്താകാനാണ് സാധ്യത. തെറ്റാം, ശരിയാവാം, തെറ്റാവാം. എന്റെ ഊഹം അതാണ്, എന്റെ കാൽക്കുലേഷൻ അതാണ്. ഞാനാണ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഒപ്പം ഈ തീവ്രവാദ സംഘങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവര് നമുക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ കൂടെ അവരെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് അവര് വറീഡായിരിക്കും. തീർച്ചയായും ഇപ്പോൾ ഈ ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ടതില്ലല്ലോ? ഒരുപക്ഷെ ഈ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന്റെ കണ്ടീഷൻസ് ഒന്നും നമ്മളെ ബാധകമാവില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, പാകിസ്ഥാൻ തന്നെയാണല്ലോ ഇപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിലായിരിക്കും അതിന്റെ ബാധ്യത. വളരെ നന്ദി ശ്രീ RG നായർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കേണൽ RG നായർ ആണ് സംസാരിച്ചത്. രാകേഷ്, പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ആർമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, മുൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ വ്യത്യസ്തമായ നിലപാടുകളാണ് പറയുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാനെയും ആശങ്കയിലാഴ്ത്തുന്നത് എന്നല്ല മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആദ്യ പ്രതികരണം തന്നെ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നല്ലോ. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ സാധാരണ നിലയിൽ ഒരു സൈനിക നടപടി അതായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നയതന്ത്ര യുദ്ധത്തിലേക്ക് ഇന്ത്യ കടന്നതോടെ വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ ആ അർത്ഥത്തിൽ നേരിടുന്നു. ഏറ്റവും ഒടുവിൽ വ്യോമപാത അടയ്ക്കുന്നു. പാകിസ്ഥാനിലെ സെലിബ്രിറ്റികളുടെ, പ്രശസ്തരായ താരങ്ങളുടെ അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിക്കുന്നു. അങ്ങനെ കടുത്ത നിലപാടുകളിലേക്ക് ഇന്ത്യ ഒരു ഭാഗത്ത് പോകുമ്പോൾ ഇനിയുള്ളത് സൈനിക നീക്കമാണ്. അതെങ്ങനെയെന്നത് അപ്രതീക്ഷിതമായിരിക്കും എന്ന് തന്നെയല്ലേ ഇപ്പോഴും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്? അതെ അഭിലാഷ്, കാരണം സൈനിക നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല അത്തരമൊരു നിർദ്ദേശം സർക്കാർ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞിരിക്കുന്നു സേനയ്ക്ക്. അതിനുശേഷം പല നിർണായക കൂടിക്കാഴ്ചകൾ നടന്നു. ഇന്നലെ രാത്രി പോലും കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ഇനി എപ്പോൾ എവിടെയായിരിക്കും ആക്രമണം എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ അങ്ങനെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് അത്തരമൊരു ആക്രമണത്തിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. കാരണം മുൻപുണ്ടായ എല്ലാ ആക്രമണത്തിലും ഇത്തരത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് 2016 ഉറി ആക്രമണത്തിലായിക്കോട്ടെ, അതിനുശേഷം പുൽവാമയിലായിക്കോട്ടെ, ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കുമെന്നാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ പാക് അധീന കശ്മീരിലായിരിക്കും ഇന്ത്യ ആക്രമണം നടത്താൻ സാധ്യത. കാരണം ഈ ഭീകരരുടെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പാക് അധീന കശ്മീരിലാണ്. ഇപ്പോൾ പഹൽഗാം സംഭവത്തിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 42 ലോഞ്ച് പാഡുകൾ ഈ പാക് അധീന കശ്മീരിൽ തന്നെയുണ്ട്. അവിടെ ഏതാണ്ട് 130-ലധികം ഭീകരർ ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യയിലേക്ക് കടക്കാനായി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ
പാക് അധീന കശ്മീർ തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ അത് എങ്ങനെ എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരാനുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ ആകട്ടെ അതിനേക്കാൾ വലിയൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 2019 പുൽവാമ ഉണ്ടായപ്പോൾ ഇന്ത്യ എങ്ങനെ ആക്രമിച്ചോ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് പാക് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്നൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി തന്നെ, വാർത്താവിതരണ മന്ത്രി തന്നെയാണ് 36 മണിക്കൂറിന് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ UN സഹായം തേടുന്നു, അതിനുശേഷം അമേരിക്കയുടെ സഹായം തേടുന്നു. അപ്പോൾ കൃത്യമായ ഒരു ആക്രമണം ഏതായാലും, അങ്ങനെ ഒരു ആശങ്ക ഏതായാലും പാകിസ്ഥാന് ഈ ഘട്ടത്തിലുണ്ട്. അഭിലാഷ്, അതോടൊപ്പം രാകേഷ്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നിരന്തരമായ ആശയവിനിമയം നടത്തുന്നുണ്ട്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോഴിതാ രാഷ്ട്രപതിയുടെ സന്ദർശനമടക്കം റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അവിടെ സൈനികർ ആണ് പലപ്പോഴും സർക്കാരുകളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ ഇന്ത്യക്ക് മറ്റൊരു സംവിധാനമുണ്ട്. കൃത്യമായ ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകേണ്ടതുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിനപ്പുറത്ത് ഇന്ത്യയുടെ സൈനിക മേധാവി എന്നത് രാഷ്ട്രപതി തന്നെയാണ്. ആ രാഷ്ട്രപതിയുടെ ഓർഡർ കൂടി ലഭിച്ചാൽ മാത്രമേ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് നിമിഷവും അത്തരം നീക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണല്ലോ. അതിനുവേണ്ടി തന്നെ ഡൽഹിയിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ, ചുമതലക്കാർ തുടരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ പോലും അത്തരം ആശയവിനിമയങ്ങൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യുമല്ലോ. അതെ അഭിലാഷ്, 2 നിർണായകമായ അല്ലെങ്കിൽ യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനമാണ്. കാരണം പ്രധാനമന്ത്രി അടുത്ത ദിവസങ്ങളിൽ റഷ്യ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ അതിർത്തിയിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും റഷ്യ സന്ദർശിക്കുക. മാത്രവുമല്ല, ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത രാഷ്ട്രപതിയുടെ ഷിംല സന്ദർശനം കൂടി റദ്ദാക്കിയിരുന്നു എന്നാണ്. ഈ മാസം 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഏതാണ്ട് 5 ദിവസമാണ് രാഷ്ട്രപതി ഷിംലയിൽ ഹിമാചലിൽ ചെലവഴിക്കാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ യാത്ര ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. തീർച്ചയായും അത് അതിർത്തിയിൽ നടക്കുന്ന സൈനിക നീക്കം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഡൽഹിയിൽ തന്നെ തുടരാൻ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഡൽഹിയിലടക്കം നിർണായകമായ ചർച്ചകൾ നടക്കുന്നു, കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ ഏത് സമയം വേണമെങ്കിലും അത്തരത്തിലൊരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകാം, സൈനിക നീക്കം അതിർത്തിയിൽ നിന്നുണ്ടാകാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 2 യാത്രകളും റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ ചേർന്നിരുന്നു. ഒന്ന് കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയായിരുന്നു. അത് പ്രത്യേകിച്ച് പുൽവാമയ്ക്ക് ശേഷം 2019 ശേഷം ഈ യോഗം ചേരുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഈ ഏപ്രിൽ 22 ശേഷം 2 തവണ യോഗം ചേർന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയും കരസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. കാരണം അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും, അതായത് LOCയിലല്ല, അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നലെ DGMO ഹോട്ട്ലൈൻ ചർച്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങളുമായി തന്നെ. അതിൽ ഇന്ത്യയുടെ കടുത്ത അമർഷം, ഒപ്പം തന്നെ അതിർത്തിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അഗ്നൂർ സെക്ടറിലും ഉറിയിലുമൊക്കെ തന്നെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. അങ്ങനെ അതിർത്തി വളരെ അശാന്തമായി തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നിർണായക മണിക്കൂറുകളിലൂടെ കടന്നുപോകുന്നു. ഇന്നും ഡൽഹിയിൽ തിരക്കിട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. ഒപ്പം രാകേഷ്, ഇതിൽ ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമായിരുന്നല്ലോ. ഏറ്റവും ഒടുവിൽ കാനഡയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനമുണ്ടാകുന്നു. അഫ്ഗാൻ ഭരണകൂടം, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അടക്കം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനിടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണമായിരുന്നു. തുടക്കത്തിൽ എല്ലാ പിന്തുണയും ഇന്ത്യക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം പാകിസ്ഥാനും ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്, ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ്. അതൊരു ഇരട്ടത്താപ്പ് എന്ന നിലയിലൊക്കെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വിദേശകാര്യ സെക്രട്ടറിയുടെ ഞാൻ തിരികെ എത്താൻ ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ പിള്ള, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ചർച്ച ചെയ്ത ഒന്നാണ് ഏത് നിമിഷവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകാമെന്ന്. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലെ സുരക്ഷയാണ്, തീവ്രവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ, ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള നേതാക്കൾ ഒക്കെ തടങ്കലിൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ
പലപ്പോഴും അവരൊക്കെ അവരുടെ വസതികളിലാണ് ഈ തടങ്കലിൽ എന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു സുരക്ഷാ വലയത്തിൽ എന്നാണല്ലോ നമുക്ക് ടെക്നിക്കലി പറയാൻ സാധിക്കുക. അതുപോലും വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അത്തരം നീക്കങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? മുൻകാല എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ അപ്രിഹെൻഷൻ ആണത്. പക്ഷെ ഞാനത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട്. കാര്യം ഒരു പ്രാവശ്യം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു, അല്ലെങ്കിൽ ബാലാക്കോട്ട് ചെയ്തു. സിമിലർ ടൈപ്പ് ഓഫ് an attack is expected from India by terrorists. But that is not going to happen. Why? Because we know, അവർക്ക് അറിയാം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പർട്ടിക്കുലർ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്ത് ഫൂളിഷ്നെസ് നമ്മൾ ഒരിക്കലും കാണിക്കില്ല. പിന്നെ അവർ പറയും ഹൗസ് അറസ്റ്റ് ആണ്, അല്ലെങ്കിൽ സുരക്ഷ കൂട്ടി എന്നൊക്കെ പറയും. യൂസി ഒരു ടെററിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മാക്സിമം അവരുടെ ഓക്സിലറി ഫോഴ്സ് ആണ് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഈവൻ എവരിതിങ്, ദ ആർമി ഈസ് കൺട്രോളിംഗ് ദ എൻറ്റയർ കൺട്രി ഓഫ് ടെററിസ്റ്റ് and their supporting force is the terrorist. So they will make every use of it. അവരുടെ കംപ്ലീറ്റ് ഉപയോഗം അവർ ചെയ്യും. ചില സമയങ്ങളിൽ ഈവൻ ടെററിസ്റ്റിന്റെ ലീഡേഴ്സ് ആണ് ഡയറക്ഷൻസ് വരെ കൊടുക്കുന്നത്. Because they know the inch by inch of Jammu and Kashmir. So they know the ground. So they are the one who used to give the briefing to the local leaders of terrorist army. So നമ്മൾ ആ ഒരു രീതിയിലല്ല, അവർ എല്ലാ രീതിയിലും ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ടെററിസ്റ്റ് ലീഡർ പറയുന്നത് എന്നെ അവർ ടാർഗറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഈ ടെററിസ്റ്റ് അല്ല റെഗുലർ ആർമിയെ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുടെ ഒരു ഹീറോ പരിവേഷം കൂടുതൽ കൂട്ടാനായിട്ട് അങ്ങനെയുടെ സേഫ്റ്റിക്ക് വേണ്ടിയും അതുപോലെ പബ്ലിസിറ്റിയും പ്രൊപഗണ്ടവാദവും ഒക്കെ വരുന്നുണ്ട്. അവർ ആ രീതിയിൽ ഇത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിന് ടെററിസ്ഥാൻ സൈഡിൽ മാക്സിമം പാകിസ്ഥാൻ റെഗുലർ ആർമി കുറവും ടെററിസ്റ്റുകൾ കൂടുതൽ വരും. കാര്യം ദേ വിൽ മേക്ക് എവരി യൂസ് ഓഫ് ഇറ്റ്. ഈ ടെററിസ്റ്റ് ആണ് ഈ ഒരു ബങ്കർ എക്സാമ്പിൾ. നമ്മളിപ്പോ ഒരു പ്ലട്ടൂൺ ആണ്, ഒരു ബങ്കർ അല്ലെങ്കിൽ 6 പേരല്ല 7 പേരൊക്കെ ഒരു ബങ്കറിൽ നമ്മുടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2 പേരും ബാക്കി 10 പേര് ടെററിസ്റ്റുകളുമായി. ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എവരിത്തിങ് അവർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും എവരിത്തിങ് ചെയ്യുന്നു. അതുകൊണ്ട് അവരത് യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ടെററിസ്ഥാൻ എപ്പോഴും ഈ വാർ മൂവ്മെന്റ് നടത്തുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും പറയുന്നത് ഒരു വലിയ നഷ്ടങ്ങൾ പറയാനില്ല, ടെററിസ്റ്റുകളാണ് നടത്തുന്നത്. റെഗുലർ ആർമി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ ഈ റെഗുലർ ആർമി ഓർഡർ കമാൻഡോ സമിതി ബാക്കിയുള്ളവരെല്ലാം ടെററിസ്റ്റുകളാണ്. ബട്ട് ഫോർ ദം അവര് ആസാദ് കാശ്മീരിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഫ്രീഡം ഫൈറ്റേഴ്സാണ്. എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ത്യൻ ആക്ഷൻ. യൂസ് ടു ഐഡന്റിഫൈ ദം വൺ ടെററിസ്റ്റ് ഓഫ് ടെററിസ്ഥാൻ ആൻഡ് റിമൈനിങ് ടെററിസ്റ്റ് ലോക്കൽ ഐഡന്റിറ്റി ടെററിസ്റ്റ് ബ്രാൻഡ് ചെയ്യും. ഫോർ ദം അങ്ങനെ അല്ല, അവർ എല്ലാവരും കൂടി ഒറ്റ ഗ്രൂപ്പായിട്ടാണ്. അപ്പം ഈ ഒരു മുൻകാലങ്ങളിലെ ഈ കാൽക്കുലേഷൻ, ഈ അപ്രിഹെൻഷൻ വെച്ചാണ് ഉള്ള ഭയപ്പാടിൽ അവർ പ്രതീക്ഷിക്കുന്നത് എല്ലാ ദിവസവും സൺഡേ ആണെന്ന് ഉള്ള ആ ഫൂളിഷ്നെസ്സിലാണ് അവർ ഇരിക്കുന്ന. കാര്യം നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പിനെ അറ്റാക്ക് ചെയ്യും. അതിനുള്ള കാരണം നമ്മളുടെ, അതായത് ഇന്ത്യയുടെ ഒരു പെർട്ടിക്കുലർ പോളിസി. നമ്മളൊരു കാരണവശാലും ഹെവി കാഷ്വാലിറ്റി റെഗുലർ ആർമി ഇൻഫ്ലിക്റ്റ് ചെയ്യാറില്ല. റെഗുലർ ആർമി അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർ ഡിക്ലെയർ ചെയ്യണം. അതർവൈസ് നമ്മൾ നേരെ ചെന്ന് ടെററിസ്റ്റാന്റെ റെഗുലർ ആർമി അറ്റാക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് ആൻസർ പറയണം. നമ്മൾ നൈജീരിയയിൽ കുറച്ച് നിൽക്കാറുള്ളൂ. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുള്ളൂ, ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ആ ടെററിസ്റ്റ് സ്വയം ഒരു ഹീറോ പരിവേഷം കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ ഓടിപ്പോയതാണല്ലോ. അപ്പൊ ഈ ഹീറോ പരിവേഷം കൊടുത്തതിന് ശേഷം അവർ സ്വയം അങ്ങനത്തെ ലീഡറായിട്ട് പ്രൊക്ലെയിം ചെയ്യുവാണ്. അവർ അത് ചെയ്തു ഇത് ചെയ്യുന്നത്. ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. 100% ഷുവറാണ്. യെസ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ പിള്ള ഞങ്ങളോട് പ്രതികരിച്ചതിന്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഈ തരത്തിൽ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുണ്ട്. അതോടൊപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വികാരം എന്നതാണ്. അതിൽ അമേരിക്കയുടെ നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴിതാ ഇന്ത്യക്കൊപ്പം എന്ന് തന്നെ ആവർത്തിക്കുകയാണല്ലോ അമേരിക്ക.
അത് അഭിലാഷ്, ഇന്ത്യക്കൊപ്പം എന്ന് തന്നെ ആവർത്തിക്കുകയാണ് അമേരിക്ക. പ്രത്യേകിച്ച് ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക്, ഇന്ത്യയുടെ എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയും ആവർത്തിച്ച് പറയുന്ന കാര്യം ചർച്ചകൾ നടക്കണം, ചർച്ചയുടെ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ്. കാരണം രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം പാക് പ്രധാനമന്ത്രിയുമായും US വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു. അപ്പോൾ ഈ രണ്ട് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അതിൽ പൊതുവായി പറഞ്ഞിരിക്കുന്ന കാര്യം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ്. മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇന്ത്യയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാട് തന്നെയാണ് സൗദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഖത്തറും സമാനമായ നിലപാട് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. കുവൈത്തും സമാനമായ രീതിയിൽ എത്രയും വേഗം ഈ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പരസ്യമായി പാകിസ്ഥാനൊപ്പം നിന്നത് ചൈന മാത്രമാണ്. കാരണം പാക് പ്രധാനമന്ത്രി എന്തു പറഞ്ഞോ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന നടത്തിയ ചൈന മാത്രമാണ്. മറിച്ച് എല്ലാ രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. പക്ഷേ സംഘർഷത്തിലേക്ക് പോകരുത് എന്നുകൂടി അവർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോക രാജ്യങ്ങളുടെ പിന്തുണ ഈ ഘട്ടത്തിൽ കൂടുതലായി ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം സമാനമായ രീതിയിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. തുർക്കി ഇന്നലെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാരണം തുർക്കി ഇന്നലെ ആ വാർത്താക്കുറിപ്പിലൊക്കെ തന്നെ പഹൽഗാം ഭീകരാക്രമണം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. അങ്ങനെ ലോക രാജ്യങ്ങളുടെ പിന്തുണ കൂടുതലായി ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അഭിലാഷ്.